Hello and welcome back to Mary Street. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടോട് കടല വരട്ടിയത്. ചോറും കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. അവസാനം നമുക്ക് ഇച്ചിരി ഒഴിക്കണം, അതുകൊണ്ട് ഇപ്പോൾ 1.5 ടീസ്പൂണേ ഒഴിക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ കടല ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് നന്നായിട്ട്, പിന്നെ കറിവേപ്പില, 2 പച്ചമുളക്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടട്ടെ. ആ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചത് ചേർക്കുകയാണ്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും അതുപോലെ സവാള അരിഞ്ഞതും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ച് ഉപ്പും ചേർക്കണം. ഓൾറെഡി നമ്മൾ കടല വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേവിച്ച കടല ഒരു 2 കപ്പാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം കുതിർക്കുമ്പോൾ ഒരു 1.5 കപ്പ് കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുതിർന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും ഒരു 2 കപ്പോളം കിട്ടും. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക്. ഇപ്പം ഈ ഒരു പരുവത്തിനൊക്കെ ആയാൽ മതി, കാരണം നമ്മളിത് കുറച്ച് നേരം ഇട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിനായാൽ മതി. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഇതിലേക്ക്. നമ്മൾ നോർമലി കടലക്കറി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിപ്പൊടി അല്ല. പക്ഷേ ഈ കടല വരട്ടുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കരുത്, അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അതുപോലെ തക്കാളിയും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളിങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മുടെ സവാള മുരിഞ്ഞതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും, അത് 4 പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാലും പച്ചമുളകിൻ്റെ ഒരു എരിവ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇനി അതിലേക്ക് നമ്മൾ കടല വേവിച്ച് വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടൊന്ന് മൊരിച്ചെടുക്കുക. നമ്മൾ കുറേ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ അത് ആ പൊടികളൊന്നും മൊരിഞ്ഞ് കിട്ടണമല്ലോ, അല്ലെങ്കിൽ പച്ചച്ചോവ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കടല വേവിച്ച വെള്ളം ചേർത്ത് ആ പൊടികളൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് മണം വരുമ്പോഴാണ് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല, ഉപ്പ് ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർക്കേണ്ടത്. വേറെ തക്കാളിയോ അതുപോലെ മല്ലിപ്പൊടി, നേരത്തെ പറഞ്ഞതുപോലെ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കടല വേവിച്ചത് ആ വെള്ളത്തോടു കൂടെ അങ്ങ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നല്ല ഒരു ഏകദേശം ഒരു ഇച്ചിരി വെള്ളമയം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോഴേക്കും അതങ്ങ് ഒത്തിരി ടൈറ്റായി പോവും. അപ്പോൾ ഈ വെള്ളം കളയാതെ വെള്ളത്തോടു കൂടെ ചേർക്കുക. ഒരുപാട് കടല കറിക്ക് വെക്കുന്നത് പോലെ ഒരുപാട് വെള്ളം വെക്കണ്ട, എന്നാലും കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് വെക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി ഈ മസാല എല്ലാം കടലയിലേക്ക് പിടിച്ച് നല്ല പെരണ്ട് കിട്ടുന്ന പരുവം വരെ ഇതൊന്ന് വരട്ടിയെടുക്കണം. ഈ സമയമായപ്പോൾ ഞാൻ ആ പച്ചമുളക് അങ്ങെടുത്ത് മാറ്റുകയാണ്, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ്. കൂടാതെ നമുക്കൊരിച്ചിരി കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കണം, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ പച്ചമുളക് അതിൽ കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ എരിവായി പോവും. അപ്പോൾ പച്ചമുളക് അങ്ങെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല വരട്ടിയെടുക്കുക. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ നന്നായിട്ട് കടല വെന്തോന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു മോരുകറി അല്ലെങ്കിൽ ഒരു തൈര് തന്നെ ആയാലും മതി, പച്ചമോരായാലും മതി, നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ കൂടെയും നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ കടല വരട്ടി ചെയ്തെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കടല കറി വെച്ചിട്ട് അത് ചിലപ്പോൾ ബാക്കി വരുമ്പോൾ അതൊന്ന് തിക്കാക്കിയിട്ട് കഴിക്കാറുണ്ട്. അതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുമ്പോൾ. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറക്കാതെ ചേർക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് വെളിച്ചെണ്ണ അവസാനം ചേർക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ കടലക്കറി ചൂടായിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ വെളിച്ചെണ്ണയുടെ. നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി കടലയിലും അതുപോലെ സവാളയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും
ഉപ്പൊന്ന് കറക്റ്റാക്കി എടുക്കുക. കണ്ടില്ല, നല്ല പെരണ്ടിരിക്കുന്ന ഒരു കടല മസാലയാണിത്. അവസാനം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്തായാലും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ പാത്രത്തിലേക്ക് പകർത്തുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നോയമ്പ് കാലത്തൊക്കെ നമുക്ക് എന്ന് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കടലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത്യാവശ്യം കഴിക്കാം. ചോറ് ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ മോര് കറിയോ തക്കാളി ചാറ് എന്തെങ്കിലും ഒരു എരിവില്ലാത്ത ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാവേ.